ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേന്ദ്രത്തിലും വിഷയം കുംഭമേള തന്നെയാണ്. ഇനിയിപ്പോ മന്ത്രിമാരായാലും മുഖ്യമന്ത്രിമാരായാലും MLA ആയാലും MP ആയാലും ജനപ്രതിനിധിയാണെങ്കിലും IAS ആണെങ്കിലും IPS ആണെങ്കിലും തലച്ചോറിനകത്തും മതമാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇരിക്കുന്ന ഔദ്യോഗിക പദവിയോ തോളിലിരിക്കുന്ന നക്ഷത്രത്തിന്റെ എണ്ണമോ പേരിനോടൊപ്പം ചേർത്തിരിക്കുന്ന ബിരുദമാകുന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 3-4 അക്ഷരങ്ങളോ ഒന്നും ഒരാളുടെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നതല്ല. അവരുടെ തലച്ചോറിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് 6-ാം നൂറ്റാണ്ടിന്റെ മതമാണെങ്കിൽ എത്ര വലിയ വിദ്യാസമ്പന്നനായിട്ടും എത്ര വലിയ രാജ്യം ഭരിക്കുന്ന അധികാര കസേരയിൽ ഇരുന്നിട്ടും ഒരു കാര്യവുമില്ല. കാരണം മതത്തിൽ നിന്നും വിഭിന്നമായി മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുന്ന ഒരു കണ്ണട വേറെയുണ്ട്. അങ്ങനെ കാണാൻ കഴിയണം. എല്ലാവരെയും തുണി പൊക്കി അറ്റമുണ്ടോ എന്ന് നോക്കിയിട്ട് തോളിൽ കൈയിടുന്ന രീതിയുണ്ടല്ലോ, അത് വിവരമുള്ളവർക്ക് ചേർന്നതല്ല. മതം എവിടെയാണ് വേണ്ടത്? ആരാധനാലയങ്ങളിലാണ്. അതല്ലെങ്കിൽ ഓരോരുത്തരുടെയും സ്വകാര്യതകളായിരിക്കണം. ഇതാ സ്വകാര്യതകൾക്കും അപ്പുറത്തേക്ക് ഓരോ മനുഷ്യന്റെയും സ്വകാര്യതകളിലേക്ക് ഡിജിറ്റൽ ക്യാമറയുമായിട്ട് ഓരോ വ്യക്തികൾ ഇറങ്ങി തിരിച്ചാൽ എന്ത് ചെയ്യും? ഒരുപാട് മതവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കൾച്ചറാണ് ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ കൾച്ചർ. അതുകൊണ്ടാണ് ഭാരതം ഇത്രമാത്രം മനോഹരമായി ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഒരു പക്ഷേ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന രാജ്യമായത് ഇന്ത്യ തന്നെയായിരിക്കും. മതേതര ജനാധിപത്യ രാജ്യമായിട്ട് പോലും മിക്സ്ഡ് കൾച്ചറാണ്. ഇത് പറ്റില്ല എന്ന് പറഞ്ഞ അമ്പലങ്ങൾ പറ്റില്ല, ക്ഷേത്രങ്ങൾ പറ്റില്ല, അമുസ്ലിങ്ങളെ പറ്റില്ല, മതമില്ലാത്തവരെ പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുന്ന ആളുകൾ ഇന്ന് താലിബാന്റെയൊക്കെ ജയിലില്, കാബൂളിലെയൊക്കെ ജയിലില് ഇന്നും ജീവിക്കുന്നത് ലൈംഗിക അടിമകളായി. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം പോരാ എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടി വിവിധ രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ചേക്കേറിയ ആളുകൾ. അപ്പോ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, മഹാകുംഭമേള. ഈ കുംഭമേളയിലെ അനാചാരത്തെക്കുറിച്ചും അന്ധവിശ്വാസത്തെക്കുറിച്ചും വിഗ്രഹാരാധനയെക്കുറിച്ചും സംസാരിക്കാൻ മുസ്ലിം പുരോഹിതന്മാർക്ക്, സംഘടനാ നേതാക്കൾക്ക് കഴുത്തിന് ചുറ്റും നാവാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. അവര് 24 മണിക്കൂറും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഈ മതമാണ്. പഠിക്കുന്നതും മതം, പഠിപ്പിക്കുന്നതും മതം, ഫോളോ ചെയ്യുന്നതും മതം. അപ്പൊ അവരിൽ നിന്നും മതമല്ലാത്ത മാനവികമായ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നവർക്ക് മാനസിക രോഗമുണ്ടെന്ന് പറയേണ്ടി വരും. അത്രയേ ഉള്ളൂ കാര്യം അതിനകത്ത്. അത് പോട്ടെ, വിട്ടേക്കാം. ഇവിടെ മുഖ്യമന്ത്രിമാരും MLA മാരും MP മാരും ഇവരൊക്കെ മുസ്ലിങ്ങളുടെ മാത്രം MP ആണോ ഒരു മുസ്ലിം മുഖ്യമന്ത്രി? യോഗി ആദിത്യനാഥ് UP-യുടെ മുഖ്യമന്ത്രി അല്ലേ? UP-യിലെ മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. ഇവിടെ എല്ലാ തരത്തിലുള്ള ആളുകളുടെയും, ഇന്ത്യക്കകത്തുള്ള മുഴുവൻ ആളുകളുടെയും പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതാണ് ഈ രാജ്യത്തെ ഇത്രയും ഭംഗിയാക്കി നിലനിർത്തുന്നത്. ഇപ്പോഴിതാ നരേന്ദ്രമോദി, യോഗി ആദിത്യനാഥ്, കുംഭമേള, ഇതൊക്കെ നമ്മുടെ അബ്ദുള്ളയുടെ ചിന്തകളിലേക്ക് വരികയാണ്. ഏത് അബ്ദുള്ള ആണെന്നല്ലേ? നോക്കിക്കോളൂ. ഫറൂഖ് അബ്ദുള്ളയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കാശ്മീരിലെ ഹിന്ദുക്കൾ പറയുന്നത് 100% വാസ്തവമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ സമയം, ഈ സമയത്ത് രാമൻ എല്ലാവർക്കും സ്വന്തം എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ ഇപ്പോൾ കുംഭമേളയെ പരിഹസിച്ചിരിക്കുകയാണ് ഫറൂഖ് അബ്ദുള്ള. മഹാകുംഭമേളയിലെ പുണ്യസ്നാനത്തെയാണ് ഇദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുന്നത്. നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ള പറയുന്നത് വീട്ടിൽ നിന്ന് ദിവസവും താൻ കുളിക്കുന്നുണ്ട് എന്നാണ്. കുംഭമേള കാണാൻ പ്രയാഗ്രാജ് സന്ദർശിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു നേതാവിന്റെ പരിഹാസം. എന്റെ വീട് മസ്ജിദിലോ ക്ഷേത്രത്തിലോ ഗുരുദ്വാരയിലോ അല്ല സ്ഥിതി ചെയ്യുന്നത്, എന്റെ ദൈവമേ എനിക്കുള്ളിലാണ്, ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു. കുംഭമേളയോടനുബന്ധിച്ച് വിവിധ ദേശീയ നേതാക്കൾ പ്രയാഗ്രാജിലെത്തുന്നുണ്ട്, അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഒരുപാട് പേർ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരായ പലരും ഇതിനോടകം വന്നു കഴിഞ്ഞു. അടുത്ത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രയാഗ്രാജിൽ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലായിരുന്നു ഫറൂഖ് അബ്ദുള്ള പ്രയാഗ്രാജ് സന്ദർശിക്കുന്നുണ്ടോ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചതും പരിഹാസ രൂപേണ അദ്ദേഹം മറുപടി നൽകിയതും. ദില്ലി തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത ആർക്കാണ് എന്ന ചോദ്യത്തിനും വേറിട്ട മറുപടിയാണ് അബ്ദുള്ള നൽകിയത്. താനൊരു ജ്യോതിഷിയാണ് എങ്കിൽ ദില്ലി തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാമായിരുന്നു. ആര് വരും ആര് പോകും എന്ന് പ്രവചിക്കാൻ തനിക്ക് കഴിയില്ല എന്നാണ് ഫറൂഖ് അബ്ദുള്ളയുടെ വാക്കുകൾ. ഢൂണ്ടോ മോറേ റാം, ഇങ്ങനെ ഒരു സാധാരണക്കാരൻ പാടിയാൽ അതിന് ഒരു
പ്രത്യേകതയും അവകാശപ്പെടാനില്ല. എന്നാൽ പാടുന്നത് മോദിയുടെ ഹിന്ദു പ്രീണന നയത്തെ എക്കാലം വിമർശിക്കുന്ന ഒരു നേതാവാണല്ലോ. ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ ഫറൂഖ് അബ്ദുള്ള രാമനെ സ്തുതിച്ച് പാടുന്ന ഭജൻ വീഡിയോ നേരത്തെ വൈറലായിരുന്നു. മുസ്ലിം നേതാവായ ഫറൂഖ് അബ്ദുള്ള മോദി സർക്കാരിന്റെ ഹിന്ദു പ്രീണന നയമാണ് എന്ന വിമർശനം എപ്പോഴും ഉയർത്തുന്ന നേതാവാണ്. ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ ഫറൂഖ് അബ്ദുള്ള രാമനെ സ്തുതിച്ച് ഭജൻ പാടുന്ന വീഡിയോ വൈറലായപ്പോഴാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം ഏറെ പറയാൻ ഇടയായത്. മുസ്ലിം നേതാവായ ഫറൂഖ് അബ്ദുള്ള എപ്പോഴും രാമനെ വാനോളം പൊക്കിയതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ പേര് ഫറൂഖ് അബ്ദുള്ള എന്നായതുകൊണ്ടും വ്യത്യസ്തമായ മതവിശ്വാസങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ ഇതുപോലെ ഒരു ആഘോഷം, ഏതാണ്ട് 40 കോടി ജനങ്ങൾ സംഗമിക്കുന്ന ഒരു ആഘോഷം യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ UP-യിൽ നടക്കുമ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിക്കാൻ സർവ്വസാധാരണമാണ്. നിങ്ങൾ സംസം വെള്ളം കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുമോ, എൻ്റെ വീട്ടിൽ വെള്ളമുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലെ വെള്ളമാണ് സാധാരണഗതിയിൽ കുടിക്കാറുള്ളത്, ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മക്കയിലേക്കോ കാബയിലേക്കോ ഒന്നും സഞ്ചരിക്കാറില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? എന്നാൽ അത് വിവാദമായി മാറില്ലേ? മോദിക്കെതിരെ സംസാരിക്കുകയും മോദിയുടെ രീതികളെ ഒക്കെ വിമർശിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ഈ ഡൂണ്ടോ മോറേറാം എന്ന സുപ്രസിദ്ധ ഭജൻ പാടി നടത്തുമ്പോൾ കേൾവിക്കാർ ആ വീഡിയോയിൽ ഉറക്കെ കൈയടിക്കുന്നത് കേൾക്കാം. മോദി സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്ന ഫറൂഖ് അബ്ദുള്ള രാം ഭജൻ പാടുന്നത് എന്തുകൊണ്ട് എന്ന സംശയമാണ് പലരും പ്രകടിപ്പിച്ചത്. ജമ്മു കാശ്മീരിലെ കത്രയിൽ 2 സ്ത്രീകളുടെ അടുത്തിരുന്നാണ് ഫറൂഖ് അബ്ദുള്ള രാമ ഭജൻ പാടിയ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ഫറൂഖ് അബ്ദുള്ളയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ആ ഒരു ബന്ധത്തിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സനാതന സംസ്കാരത്തെ ഹിന്ദുക്കളെ ഒക്കെ ആദരിക്കുന്ന ഒരു നിലപാടിലേക്ക് ഫറൂഖ് അബ്ദുള്ള മാറി എന്നതാണ്. ഒരിക്കലും ആരുടെയും മതം മോശമാണെന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മതാചാരങ്ങൾ മോശമാണെന്നോ ആരുടെയെങ്കിലും നല്ലതാണെന്നോ എന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ മറ്റൊരു മതത്തെ അപമാനിക്കരുത് അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കരുത് എന്ന അഭിപ്രായം തന്നെയാണ് പലപ്പോഴും നമ്മൾ എല്ലാവരും പറയാറുള്ളത്. ഒരാളെയും അപമാനിക്കാത്ത രീതിയിൽ പെരുമാറാൻ സാധിക്കണം, നമ്മുടെ മതത്തെ ബഹുമാനിക്കാൻ അറിയണം, അതുപോലെ തന്നെ അന്യമതത്തെയും ബഹുമാനിക്കാൻ അറിയണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുംഭമേളയിലേക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദിവസവും വീട്ടിൽ കുളിക്കാറുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. പലരും മതം പോലും നോക്കാതെ കുംഭമേളയിൽ ഈ അമൃത സ്നാനത്തിനായി എത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ കുംഭമേളയിൽ പോയില്ല എങ്കിലും അല്ലെങ്കിൽ കുംഭമേളയിൽ അമൃത സ്നാനത്തിന് താൻ പങ്കെടുക്കുന്നില്ല എങ്കിലും ആ അമൃത സ്നാനത്തെ അല്ലെങ്കിൽ കുംഭമേളയിലെ ആ കുളിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം പറയുക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാ മതത്തിൽപ്പെട്ടവർക്കും അവിടെ സ്വാഗതം എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു. അതനുസരിച്ച് പല രീതിയിൽ പല മതവിശ്വാസികൾ അവിടെ എത്തുന്നുണ്ട്, സ്നാനം ചെയ്യുന്നുണ്ട്, ആ കുംഭമേള നടക്കുന്ന ഇടത്ത് അവിടെ വളരെ ബഹുമാന പുരസ്സരം പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അബ്ദുള്ള വീണ്ടും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുക അല്ലെങ്കിൽ മതാചാരത്തെ അപഹസിക്കുക എന്നുള്ള ഒരു രീതി, ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഫാറൂഖ് അബ്ദുള്ള 5 നേരം നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയാണ്. നരേന്ദ്രമോദിയെയും യോഗി ആദിത്യനാഥിനെയും പറയണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏതുറക്കത്തിലാണെങ്കിലും ഏത് ക്ഷീണത്തിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ചാടി എഴുന്നേറ്റിരുന്ന് കുതിര പോലെ അദ്ദേഹം അവർക്കെതിരെ സംസാരിക്കും. ഒരു മോദി വിരുദ്ധത പറയാൻ അദ്ദേഹത്തിന് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടുന്ന സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരാള് രാമഭജൻ പാടുമ്പോൾ സ്വാഭാവികമാണ് ഇദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് വ്യത്യാസം വന്നു. ഇദ്ദേഹത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും എവിടെയൊക്കെയോ പൊരുത്തക്കേടുകൾ കാണുന്നുണ്ടല്ലോ. മാധ്യമപ്രവർത്തകരുടെ കയ്യിലാണ് ഇത്തരം സൂചനകൾ കിട്ടിയിരിക്കുന്നത്. എന്തായിരുന്നാലും അവർ ചോദിക്കും, താങ്കൾ കുംഭമേളയ്ക്ക് പങ്കെടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഒരു വിവാദമാകണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. കാരണം കുംഭമേളയിൽ എനിക്ക് അവിടെ പോയിട്ട് പുണ്യതീർത്ഥങ്ങളിലൊന്നും സ്നാനം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ കുളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ പുണ്യസ്നാനം ചെയ്യുന്നതിനു വേണ്ടി അവിടെ പോകുന്ന ആളുകളെ അപമാനിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു മതവിശ്വാസിയായിരിക്കുമ്പോൾ തികച്ചും നമ്മളുടെ മതത്തെ ഏത് രൂപത്തിലാണോ നമ്മൾ പവിത്രമായി കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കില്ലേ അവരുടെ മതവും? അവർക്കും അവരുടെ വിശ്വാസം വ്രണപ്പെടാൻ പാടില്ലേ? ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം വ്രണപ്പെടാം, പക്ഷേ മറ്റു മതവിഭാഗങ്ങൾക്ക് അവരുടെ മതം വ്രണപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്. നന്ദി.